വളരെ ബലഹീനനായിട്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ബലഹീനനായ മനുഷ്യനെ ശക്തിയുള്ളവനാക്കി മാറ്റുക എന്നുള്ള ധർമ്മമാണ് ഖുർആൻ നിർവഹിക്കുന്നത്. മനുഷ്യൻ ഒരുപാട് വികാരങ്ങളുള്ള ജീവിയാണ്. മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് വികാരങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. ഈ വികാരങ്ങൾ മനുഷ്യനെ കൂടുതൽ അശക്തതയിലേക്കും പ്രയാസത്തിലേക്കും കൊണ്ടെത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വികാരങ്ങളെ വളരെ ഫലപ്രദമായി കൺട്രോൾ ചെയ്ത് ജീവിക്കാൻ ഖുർആൻ മനുഷ്യനെ സഹായിക്കുന്നു. മാനുഷിക വികാരങ്ങളിൽ ഏറ്റവും വിനാശകാരിയായ സ്വഭാവമുള്ള വികാരമാണ് ദേഷ്യം. ഈ ദേഷ്യം മനുഷ്യബന്ധങ്ങൾക്കിടയിലും കുടുംബ ബന്ധങ്ങൾക്കിടയിലും വ്യക്തിബന്ധങ്ങൾക്കിടയിലും വിള്ളൽ വീഴ്ത്തുന്നു. അതുമൂലം മനുഷ്യൻ കൂടുതൽ അസ്വസ്ഥനാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. ആദ്യമായി എന്താണ് ദേഷ്യം എന്നുള്ള ആ ഒരു വസ്തുതയെ നമുക്കെടുക്കാം. നാം പറഞ്ഞതുപോലെ തന്നെ ദേഷ്യം പ്രകൃതിപരമായിട്ടുള്ള മനുഷ്യൻ്റെ ഒരു വികാരമാണ്. പക്ഷേ മനുഷ്യൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആ വികാരത്തെ കൺട്രോൾ ആക്കി നിർത്താൻ കഴിയും. പക്ഷേ ശൈത്താൻ ഈ വികാരത്തെ, ദേഷ്യത്തെ ടൂളായി ഉപയോഗിക്കുകയും മനുഷ്യനെ അധർമ്മത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ശൈത്താനാണ് ദേഷ്യം വരുമ്പോൾ മനുഷ്യനെ കൂടുതൽ പ്രയാസത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ്റെ ആദ്യത്തെ നിർദ്ദേശം ദേഷ്യം വരുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയലാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നതിലൂടെ ശൈത്താൻ നമ്മിൽ നിന്നും അകന്നു പോകുന്നു. വ ഇമ്മാ യൻസഅന്നക മിനശ് ശൈത്വാനി നസ്ഗ് ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ചിലപ്പോൾ നിനക്ക് ശൈത്താനിൽ നിന്നുള്ള വല്ല ബാധയും വരാം. അപ്പോൾ നീ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുക. രണ്ടാമതായി നാം ചെയ്യേണ്ടത് ഡിസ്ട്രാക്റ്റീവ് മെത്തേഡാണ്. അതായത് മനുഷ്യന് ദേഷ്യം വരുന്ന സമയത്ത് ആ ദേഷ്യത്തെ വഴിതിരിച്ചു വിടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് പ്രവാചകൻ പഠിപ്പിച്ചത് ദേഷ്യത്തിനനുസരിച്ച് പ്രതികരിക്കാതെ നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക, ഇരുന്നിട്ടും ദേഷ്യം പോകുന്നില്ലെങ്കിൽ അവൻ കിടക്കുക. അതോടുകൂടി തന്നെ അവൻ്റെ ദേഷ്യം അവരിൽ കെട്ടടങ്ങും. മൂന്നാമതായി നമുക്ക് ചെയ്യാനുള്ളത് വുളു എടുക്കുക എന്നുള്ളതാണ്. വുളു എടുത്ത് വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിലെ ദേഷ്യം കെട്ടടങ്ങിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ കുളിക്കുക എന്നുള്ളതാണ്. നാലാമതായി നമുക്ക് ചെയ്യാനുള്ളത് ദേഷ്യം കടിച്ചമർത്തുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ള പ്രതിഫലത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. അല്ലാഹു ഓഫർ ചെയ്തിട്ടുള്ളത് സ്വർഗമാണ്. വസാരിയു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽ കാലിമീനൽ ഗൈള വൽ ആഫീന അനിൻ നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. നിങ്ങൾ സ്വർഗത്തിലേക്ക് ഓടി വരിക. അതിൻ്റെ സൈസ് ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരമാണ്. അതാർക്കാണ് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽ കാലിമീനൽ ഗൈള. പ്രയാസ സമയത്തും സാമ്പത്തികമായി ശേഷിയുള്ള സമയത്തും ചെലവഴിക്കുന്നവർ. അതുപോലെ തന്നെ ദേഷ്യം കടിച്ചമർത്തുന്ന ആളുകൾ, വിഴുങ്ങുന്ന ആളുകൾ, ദേഷ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാതെ അത് കടിച്ചമർത്തുന്ന ആളുകൾ, ഇവർക്കാണ് ഈ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 4 കാര്യങ്ങൾ നാം ചെയ്യുന്നതിലൂടെ പൂർണ്ണമായും ദേഷ്യത്തെ കെട്ടടക്കാൻ, ഊതിക്കെടുത്താൻ നമുക്ക് കഴിയും. ആധുനിക സൈക്കോളജി മുന്നോട്ട് വെക്കുന്ന ടൂളും ഇതുതന്നെയാണ്. ഡിസ്ട്രാക്റ്റീവ് മെത്തേഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ദേഷ്യം വരുന്ന സമയത്ത് മൗനിയായിരിക്കുക, അത് വീക്ഷിക്കുക. സ്വാഭാവികമായും ദേഷ്യം വന്ന് അതിൻ്റെ മൂർധന്യതയിലെത്തി
പിന്നെ സാവധാനം അത് കെട്ടടങ്ങുമെന്നാണ് സൈക്കോളജി പറയുന്നത്. ഇതിൻ്റെ വിശാലമായ ഒരു രൂപമാണ് ഖുർആനും ഹദീസും നമുക്ക് മുമ്പിൽ വെക്കുന്നത്. ഈ 4 സ്റ്റെപ്പുകൾ ചെയ്യുന്നതിലൂടെ സ്വാഭാവികമായും നമുക്ക് ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്കും മക്കൾക്കുമിടയിലുള്ള ബന്ധം സുദൃഢമാകും. അതുപോലെ തന്നെ ഭർത്താക്കന്മാർക്കിടയിലുള്ള ബന്ധം കൂടുതൽ ഇൻറ്റിമേറ്റാകും. അതുപോലെ വ്യക്തികൾക്കിടയിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകും. ഇതെല്ലാം തകർക്കുന്നത് ഈ ദേഷ്യമാണ്. മാതാപിതാക്കൾ മക്കളോട് ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വരെ കയർത്ത് സംസാരിക്കുന്നു. അതുപോലെ തന്നെ അധ്യാപകന്മാർ വിദ്യാർത്ഥികളോട് ഈ രൂപത്തിൽ പെരുമാറുന്നു. സ്വാഭാവികമായും മനുഷ്യൻ്റെ പ്രകൃതിയിലടങ്ങിയ ഈ ദേഷ്യത്തെ ശൈത്താൻ ഊതി വീർപ്പിക്കുമ്പോൾ, അതിനെ കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ 4 സ്റ്റെപ്പുകളിലൂടെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. നാഥൻ തുണക്കട്ടെ. അസ്സലാമു അലൈക്കും.